23 years ഇപ്പോഴും 23 വർഷങ്ങൾക്ക് ശേഷം പ്രഷർ വീണ്ടും ദേവദൂതൻ സ്ക്രീനിൽ കാണുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു അത്? ഇറ്റ്സ് ഓൾവേസ് മാജിക്കൽ അല്ലേ? നിങ്ങൾക്ക് എങ്ങനെ ഉണ്ട്? ഫീൽസ് മാജിക്. അത് 24 years മുമ്പ് ചെയ്യുമ്പോഴും ഒരു അഹെഡ് ഓഫ് ടൈം ആയിരിക്കണം എന്ന് അന്ന് അല്ല, അങ്ങനെ ഒന്നുമില്ല. അത് ആ പടത്തിന് വേണ്ടിയത് ചെയ്തതാണ്. ഇന്നും അത് റെലവെൻ്റ് ആയിട്ടുണ്ട് എന്ന് ഐ മീൻ വെൻ ഐ ഫൈൻഡ് ഇറ്റ് ഇസ് വെരി റെലവെൻറ്റ് ഈവൻ ടുഡേസ് ഓഡിയൻസ് ഐ ഫൈൻഡ് വെരി വെരി ഹാപ്പി. ഈ റീമാസ്റ്റേർഡ് വെർഷൻ എന്തെങ്കിലും RRL റീമാസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ട്. ഈവൻ ദ സൗണ്ട് ട്രാക്ക് ഹാസ് ബീൻ റീമാസ്റ്റേർഡ്. പിന്നെ ആദ്യം ഉണ്ടായത് 5.1 അല്ലേ, ഇപ്പോൾ ചെയ്തത് അറ്റ്മോസ്ഫിയർ. സോ ഇറ്റ് ഇസ് ദേ ഹാവ് റീമാസ്റ്റേർഡ് ഈവൻ ദ സൗണ്ട് ട്രാക്ക്. ഇപ്പോഴും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും യന്ത്ര മഹാനുഭാവരും ആളുകൾ കൈയടിച്ചിട്ടാണ് തുടക്കത്തിലും അവസാനത്തിലും. സ്റ്റാൻഡിങ് ഓവേഷനാണ്. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് അല്ലേ? എന്തൊരു മഹാനുഭാവരും എന്ന് പറയുന്നത് ഒരാളെ കുറിച്ചല്ല. നിങ്ങൾ എല്ലാവരുമേ മഹാനുഭാവരും ഇത് അപ്രീഷിയേറ്റ് ചെയ്ത് എല്ലാവരുമേ മഹാനുഭാവരും. എന്തൊരു ആ പാട്ടിലെ മ്യൂസിക് നൊട്ടേഷനും സിനിമയുടെ കഥയായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. അതിനെപ്പറ്റി അതെങ്ങനെയാണ് ആ നൊട്ടേഷനിലോട്ട് സാർ എത്തിയത്? അല്ല, അത് ആ പടത്തിൻ്റെ തീമല്ലേ, ആ പടത്തിൻ്റെ തീം ആ നൊട്ടേഷൻ ഉള്ളതാണ്. അതാണ് അത് തീം മ്യൂസിക്, ആ പടത്തിൻ്റെ തീം. പിന്നെ ആ മ്യൂസിക് കേട്ടിട്ടാണ് ആ പേര് അവർക്ക് തോന്നുന്നത്, അലീനാന്ന് ഒരു പേര് വരുന്നത്. ഒക്കെ എല്ലാം കണക്റ്റഡ് ആണ്. അതെങ്ങനെയാണ് ഇത് ഡയറക്ടർ റീ എഡിറ്റഡ് വേർഷൻ എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു സിനിമ കണ്ടിറങ്ങുന്ന ഓരോ പ്രേക്ഷകൻ്റെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എല്ലാവർക്കും. ആ ഒരു മാജിക് കണ്ടൊരു ഫീലിംഗ് ആണ്. എത്രത്തോളം ഹാപ്പിയാണ്? വളരെ ഹാപ്പിയാണ്. കാരണം നമ്മൾ 24 വർഷവും നമ്മൾ കാത്തിരുന്നു. ഇത് ലോക സിനിമയിൽ തന്നെ സംഭവിച്ചൊരു അപൂർവമായ സംഭവമാണ്. 24 വർഷങ്ങൾക്ക് മുമ്പ് തിയേറ്ററിൽ പ്രേക്ഷകർ തിരസ്കരിച്ചൊരു സിനിമ ഇന്ന് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു എന്നുള്ളത് ഇതിനു മുമ്പ് ഒരു ചരിത്രത്തിൽ ഉണ്ടാകാത്തൊരു കാര്യമാണ് ഇത് സംഭവിക്കുന്നത്. ഇത് ഞങ്ങളുടെ ആരുടെയും കഴിവല്ല, എൻ്റെയോ വിദ്യയുടെയോ സിയാദിൻ്റെ ആരുടെയും കഴിയില്ല. ശരിക്കും സംഗീതത്തിലല്ല ഇത്. ബേസിക്കലി എനി ഫിലിം ഇസ് നോട്ട് എ സിംഗിൾ പേഴ്സൺസ്, ഐ മീൻ അത് ഒരാളുടെ ഇത് വെച്ചിട്ട് വരുന്നില്ല. ഇറ്റ് ഈസ് എ ടീം വർക്ക്, ടോട്ടൽ ടീം വർക്ക്. ഇപ്പോൾ അവർ പറയുന്ന ആ സിറ്റുവേഷൻ എന്നെ ഇൻസ്പയർ ചെയ്യണം പാട്ട് ചെയ്യാൻ വേണ്ടി. അവർ എടുക്കുന്ന പടം കണ്ടിട്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് inspiring each other and the mutual respect and admiration and the love for and passion for films. നമ്മൾ ചെയ്യുന്ന ആ തൊഴിലുള്ള നമുക്കുള്ള ഡെഡിക്കേഷനും പാഷനും അതാണ് റിഫ്ലക്ട് ചെയ്യുന്നത് നമ്മുടെ ക്രിയേഷൻസ്. ശരി സാർ, സമീപകാലത്ത് ഒന്നും ഇല്ലാത്ത വിധത്തിൽ ആദ്യ ദിവസം തന്നെ ഏകദേശം 50 ലക്ഷത്തിനകത്ത് ഇനീഷ്യൽ ബുക്ക് മൈ ഷോ ആപ്പിൽ ട്രെൻഡിങ് ആണ് ദേവദൂതൻ. ആ ഒരു സെലിബ്രേഷൻ ഉണ്ട്. ആളുകൾ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന ഒരവസ്ഥ, യുവാക്കൾ നെഞ്ചേറ്റുന്നൊരവസ്ഥ. അത് കാണുമ്പോൾ എപ്പോഴായാലും നമ്മുടെ അധ്വാനം ആളുകൾ വാലിഡേറ്റ് ചെയ്യും എന്നുള്ള ഫീലിംഗ് തന്നെയാണ് അപ്പോൾ തോന്നുന്നത്. ഞാൻ പറയുന്നത് നമ്മൾ വളരെ സിൻസിയറായിട്ട് സത്യസന്ധമായിട്ടൊരു കാര്യം ചെയ്താൽ അതിനൊരു റിസൾട്ട് ഉണ്ടാവും. ഞങ്ങൾക്കത് 24 വർഷം കാത്തിരിക്കേണ്ടി വന്നതേ ഉള്ളൂ. അന്നും ഇന്നും നമ്മൾക്കറിയാം ഞങ്ങൾ ചെയ്തത് ഒരു നല്ല സിനിമ തന്നെയാണ്, നല്ല കലാസൃഷ്ടിയാണ്. അന്നത് സ്വീകരിക്കപ്പെട്ടില്ല. പക്ഷേ 24 വർഷവും ഞങ്ങളുടെ ഉള്ളിൽ ആ ബോധ്യമുണ്ടായിരുന്നു. ഇന്ന് അതിനെ അംഗീകരിക്കുന്നൊരു തലമുറ ഉണ്ടായിരിക്കുന്നു. ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത് ഈ സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾക്ക് പ്രേരകമായി തീർന്ന ഈ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരാണ്. അവരത് തിരിച്ചറിയുന്നു. ആ സിനിമയുടെ മൂല്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ ഈ 24 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചിട്ടില്ലാത്തൊരു ജനറേഷൻ കൂടി ഇന്ന് ഈ സിനിമ കണ്ട് ആദ്യമായിട്ട് കാണുന്നുണ്ട്. തിയേറ്ററിൽ ആദ്യമായിട്ട് വന്നു, അല്ലെങ്കിൽ മുമ്പ് ടെലിവിഷനിൽ ഒരിടത്തും കാണാത്ത ആൾക്കാർ ഇന്ന് വന്നിട്ട് ഒരുപാട് ചെറുപ്പക്കാർ, ചെറിയ കുട്ടികൾ ഇന്ന് വന്നിട്ട് പറഞ്ഞു ഇന്ന് ഈ സിനിമ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇത് അവർക്ക് ഗൂസ് ബംസ്, എല്ലാവരും പറയുന്നൊരു വാക്കാണ് ഗൂസ് ബംസ് ഉണ്ടാകുന്നതാണ്. അതിൻ്റെ വലിയൊരു അങ്ങനെ ഒരു ഗൂസ് ബംസിൻ്റെ കാരണക്കാരായ മ്യൂസിക് തന്നെയാണ്. ഗംഭീരമായ മ്യൂസിക്. വിദ്യാജി അല്ലാതെ മറ്റൊരാളത് ഞങ്ങളുടെ ചിന്തയിലുണ്ടായിരുന്നു ഈ സിനിമയിലേക്ക്, ഈ കഥയിലേക്ക് എത്തുമ്പോൾ. സോ എല്ലാം നന്നായിട്ട്, ഇപ്പോൾ ഫോട്ടോഗ്രാഫി, സ്ക്രിപ്റ്റ്, ഇതിൻ്റെ ആർട്ട് ഡയറക്ഷൻ, എല്ലാവരും ഒരു ഞങ്ങളുടെ സിനിമയുടെ ക്വാളിറ്റി അറിഞ്ഞ് കൂടെ ഒരു പ്രൊഡ്യൂസർ. ഇങ്ങനൊരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ ഈ സിനിമ സംഭവിക്കത്തില്ല. എന്തൊരു പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ് നിങ്ങൾ നോക്കൂ, ഇങ്ങനെ ഒരു കുറവില്ല. അപ്പോൾ എല്ലാം കൊണ്ടും എല്ലാ കാര്യങ്ങളും, എല്ലാ നല്ല കാര്യങ്ങളും ഒത്തു വരുമ്പോൾ അത്
അതിനൊരു റിസൾട്ട് അതിലൊരു നന്മ നമ്മളിലേക്ക് തിരിച്ചു വരാതിരിക്കത്തില്ല. ഇന്നത് സംഭവിച്ചിരിക്കുന്നത് വളരെ സന്തോഷം. ലാലേട്ടന് സ്വീകാര്യതയെ പറ്റി അറിവുണ്ടോ? അദ്ദേഹം എന്തെങ്കിലും രീതിയിൽ തീർച്ചയായിട്ടും അന്നും സ്വീകാര്യതയെ പറ്റി അറിവുണ്ട്, ഇന്നും സ്വീകാര്യതയെ പറ്റി അറിവുണ്ട്. ഇപ്പോൾ ഞാൻ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ മെസ്സേജുകൾ ലാലിന് കിട്ടുന്ന ഫീഡ്ബാക്ക്സ് എനിക്ക് അയച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് കിട്ടുന്നത് ഞാൻ അങ്ങോട്ട് അയച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എല്ലാം അറിയുന്നുണ്ട്, കാണുന്നുണ്ട്, ഞാനങ്ങ് ഗുജറാത്തിലായിപ്പോയി, എനിക്ക് അവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് മെസ്സേജുണ്ട്. ഓരോ ദിവസവും ഞങ്ങൾ ഇന്ന് രാവിലെ തൊട്ട് നിരന്തരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നു. സാർ, ഈ മാസ്റ്റർ പീസ് അംഗീകരിക്കാൻ വൈകിയതിൽ എന്തെങ്കിലും വിഷമമുണ്ട്? ഇത് ഈ കാലത്തിന് വേണ്ടി ആണ്. അന്ന് ഒരുപക്ഷെ അന്നത്തെ പ്രേക്ഷകർക്ക് ഇത് ഉൾക്കൊള്ളാൻ പല തടസ്സങ്ങളുണ്ടാവും, അവർക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഉണ്ടാവും. ആ ഒരു കാലത്തിന് മുമ്പേ പിറന്നൊരു സിനിമയാണ് ഈ സിനിമയുടെ കാലം. ഇതാണ് ഈ ഓരോ തിയേറ്ററുകളിലും നമ്മൾ കാണുന്ന ജനക്കൂട്ടം നമുക്കത് ബോധ്യപ്പെടുത്തി തരണം. ഈ സിനിമയെ തിരിച്ചറിയുന്ന ഒരു തലമുറ ഉണ്ടായിരിക്കും. ഓരോ ഫ്രെയിം ഒരു പോർട്രേറ്റ് പോലെ അത്രയും മനോഹരമാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ക്യാമറമാനാണ്, സന്തോഷ് തുണ്ടിനാണ്. സന്തോഷ് തുണ്ടി അതിമനോഹരമായിട്ട് ഓരോ ഫ്രെയിംസ് ഞാൻ ആഗ്രഹിച്ചതുപോലെ, ഞാൻ മനസ്സിൽ കണ്ടതുപോലെ ഞങ്ങൾ വിശ്വസിക്കുന്ന സന്തോഷമാണ്. ഏറ്റവും നന്നായിട്ട് അത് എഴുതിക്കുന്നത് രഘുനാഥ് പലേരിയാണ്. ആ വിഷ്വൽസിനെയും ആ കഥയെയും ഏറ്റവും എൻഹാൻസ് ചെയ്യുന്നത് വിദ്യാസാഗറിൻ്റെ മ്യൂസിക്കാണ്. അപ്പോൾ എല്ലാവരും നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ഇതൊരു ടീം വർക്കാണ്. ആ ടീം വർക്കിന് അന്ന് റിസൾട്ട് ഉണ്ടായില്ല, പക്ഷേ ഇന്ന് ഉണ്ടായിരിക്കുന്നു, വലിയ സ്വീകാര്യതയിലേക്ക് എത്തുകയാണ്. ഇത് ഇനിയും നല്ല സിനിമകൾ, ഇനിയും കൂടുതൽ ഊർജ്ജത്തോടെ സിനിമകൾ ചെയ്യാനുള്ളൊരു ഒരു പ്രചോദനം എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെയാണ്. ഇനിയും ഇത്തരത്തിലുള്ള നല്ല സിനിമ ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ വലിയ പ്രേരണയായി മാറി. ചെയ്യുമ്പോൾ ഞാൻ കണ്ടതാണ് ഈ പടം. ഇപ്പോൾ വീണ്ടും 24 years കഴിച്ചിട്ട് ഞാനും ഇപ്പോൾ ഈ ഓഡിയൻസോടൊപ്പം ഞാനുണ്ട്. ഇവിടെ ഇരുന്ന് കാണുന്നതായി ഇറ്റ്സ് ലൈക്ക് എ ന്യൂ ഫിലിം. പുതിയ പടം പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്തോന്നും ഒരു ഇറ്റ്സ് എൻ എക്സൈറ്റ്മെൻറ്റ്. ഈ സിനിമയെ പറ്റി കൂടുതൽ ആൾക്കാർ പറയുന്ന കാലത്തിന് മുന്നേ സഞ്ചരിച്ച ഒരു സിനിമ എന്നാണ്. അപ്പോൾ ഇതിന്റെ സംഗീതം ആക്ച്വലി കാലത്തിന് മുന്നേ സഞ്ചരിച്ച സംഗീതമാണ്, അല്ലെ അതിനെ ഈ പടം റിലീസായപ്പോൾ തന്നെ എല്ലാ പാട്ടുകളും ഹിറ്റാണ്. അല്ല, അപ്പൊ എല്ലാ കാലത്തിലും ഈ ഒരു സംഗീതത്തിന്റെ പ്രശസ്തി, എല്ലാ കാലത്തും അതും ആ സംഗീതം എന്താ പറയുക, അത് അപ്രീഷിയേറ്റ് ചെയ്ത ഓഡിയൻസ് അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. സോ എക്കാലത്തും നല്ല പാട്ടുകൾ എൻജോയ് ചെയ്യുന്ന മലയാളി ഓഡിയൻസ് ആണ് ബെസ്റ്റ്. അന്നത്തെ കരളയിൽ കൈ പിടിച്ചാൽ അല്ലെങ്കിൽ പൂവേ പൂവേ പാലപ്പോയി, ഇത് രണ്ടും അന്ന് ഭയങ്കര പണ്ട് തൊട്ടേ ഹിറ്റാണ്. പക്ഷെ എൻ ജീവനെ എന്ന് പറഞ്ഞൊരു പാട്ട് കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ഒരു ട്രെൻഡിങ്ങിലല്ലേ, അതെന്തുകൊണ്ടാണ് ആ പാട്ട് അത്രയും നല്ലല്ല? ഈ പടം എല്ലാവർക്കും അറിയാം. ഇത് ആദ്യം റിലീസാകുമ്പോൾ ഈ പടം അത്രത്തോളം എല്ലാവരും സ്വീകരിച്ച ഒരു പടമല്ല. സാമ്പത്തികമായി ഹിറ്റായ ഒരു പടമല്ല. പക്ഷെ പാട്ടുകൾ ഹിറ്റായിരുന്നു. അപ്പോൾ ആൾക്കാർ എടുത്തത് അവർക്ക് പിടിച്ച പാട്ടുകളാണ്. യങ്സ്റ്റേഴ്സ് എടുത്തത് പൂവേ പൂവേ പാലപ്പൂവയും പിന്നെ എന്തരവുമാനപോലെ എല്ലാവർക്കും എന്തരവുമാനപോലെ കൂടി ഇപ്പോഴാണ് അതിൻ്റെ കംപ്ലീറ്റ് ഒരു ഓളം ഇട്ടിട്ട് കംപ്ലീറ്റ് ആൾക്കാരത് സ്വീകരിച്ചിട്ട് ഈ യങ്കർ ജനറേഷൻ മോർ മ്യൂസിക് മൈൻഡഡ്, മോർ മ്യൂസിക് ലവേഴ്സ് വരുമ്പോഴാണ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് എന്താ പറയുക പോപ്പുലാരിറ്റി. സോ ഈ മ്യൂസിക്കാലിറ്റി അധികം ഉള്ളത് ആ പാട്ടാണ്. എൻ ജീവനെ പാട്ട് മോർ മ്യൂസിക്. സോ അത് അറിയാൻ വേണ്ടി ഈ ജനറേഷൻ തേടുന്നു. ഇപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ഈ കോസ്റ്റ്യൂം നന്നാവണമെങ്കിൽ അതിന് ഏറ്റവും സപ്പോർട്ട് ചെയ്യേണ്ട ഒരാളെന്ന് പറയുന്നത് പ്രൊഡ്യൂസർ അതനുസരിച്ച് ഇപ്പം നമ്മളിപ്പം ജയപ്രദ മേഡത്തിൻ്റെയൊക്കെ ഒരു കോസ്റ്റ്യൂം സെറ്റ് ചെയ്യണമെങ്കിൽ അന്നത്തെ ആ രീതിക്കുള്ള റിച്ച്നെസ് സാരി അതിൻ്റെ ജുവൽസ് ആക്സറീസ് സെറ്റ് ചെയ്യണമെങ്കിൽ നല്ലൊരു പ്രൊഡ്യൂസർ, നമ്മളെ കണ്ണുമടച്ച് ഏൽപ്പിക്കുന്ന ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിലേ ഒരു കോസ്റ്റ്യൂം ഡിസൈനറുടെ ഒരു ഡ്യൂട്ടി അതിൽ കറക്റ്റ് ചെയ്യാൻ പറ്റും. അത് ഏറ്റവും നന്ദി പറയേണ്ടത് അത് സിയാദ് കേരുടെയാണ് ഫസ്റ്റ്. അപ്പോൾ അതേപോലെ തന്നെയാണ്. അപ്പോൾ പിന്നെ സ്വാതന്ത്ര്യം തരും. അപ്പോൾ സിബിസാറിനെ പോലെയുള്ള ഒരു ഡയറക്ടർ നമുക്ക് ഫുൾ, അദ്ദേഹത്തിൻ്റെ കുറേ പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഉസ്താദാണെങ്കിലും എല്ലാത്തിനും നമുക്കതിന് അത് ആദ്യത്തെ മീറ്റിലോട്ട് നമുക്ക് അങ്ങനെയുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് വളരെ ഫ്രീഡമായിട്ട് ചെയ്ത പടങ്ങളാണ് ഈ പടം. ഇതും അതേ കണക്കാണ്. പക്ഷേ ഇത് ഇങ്ങനെ ഒരു ലക്ക് കിട്ടുന്നത് ആദ്യമായിട്ടാണ്. ഇങ്ങനെ ഇന്ന് 24 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പടത്തിന് ഇത്രയും ഒരു ഇത് കിട്ടിയത് ആദ്യമായിട്ടാണ്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് ഇപ്പോൾ തിയേറ്റർ ഓഡിയൻസിന്റെ ശരിക്കും പറഞ്ഞാൽ കണ്ണീരിൽ കറക്റ്റായിട്ടൊരു വെള്ളം വന്നിട്ടുണ്ട്. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 24 വർഷത്തിൻ്റെ സ്ട്രഗിളിൽ നമുക്ക് ദൈവം ഒരു സക്സസ് തരുമ്പോൾ
അത് പ്രേക്ഷകരുടെ രൂപത്തിലാണെങ്കിലും എൻ്റെ കൂട്ടുകാരുടെ രൂപത്തിലാണെങ്കിലും അങ്ങനെ തരുമ്പോഴത്തേക്കും അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള സന്തോഷ കണ്ണീരെന്നും പറയാം, സങ്കടത്തിൻ്റെ കണ്ണീരെന്നും പറയാം. താങ്ക് യു. അതാണ് എൻ്റെ ഒരു ഫീലിംഗ്. ഇനി കൂടുതൽ പറഞ്ഞ് ഞാൻ കരയും. തീർച്ചയായിട്ടും അതിലൊരു ഞങ്ങൾ പറഞ്ഞില്ലേ, ഇത് ഒറ്റ ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ എഫേർട്ടിൻ്റെ ഒരു റിസൾട്ടാണ്. അതൊന്നും അത് ഒരു സിനിമക്ക് ഞാൻ നോക്കാറില്ല. ഒരു സിനിമ ഫോണിന്റെ റിംഗ് ടൂൺ ദേവദൂതനിലെ വർഷങ്ങളായിട്ട് അത്രത്തോളം പ്രിയപ്പെട്ടതാണ് ഈ സിനിമ. തീർച്ചയായിട്ടും എനിക്ക് തീർച്ചയായിട്ടും 25 വർഷങ്ങൾക്ക് മുമ്പും 25 വർഷങ്ങൾക്ക് ശേഷം എന്ന് ചോദിച്ചാൽ സിയാദുകളുടെ മനസ്സിലെന്തായിരിക്കും? 25 വർഷത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇനിയുള്ള കാലം. അതല്ല, ഈ സിനിമയുടെ ആ ഒരു തീർച്ചയായിട്ടും ഞങ്ങൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലും സിബിയുടെ മനസ്സിൻ്റെ ഉള്ളിലും ഞങ്ങൾ കോമൺ ആയിട്ട് ഇരിക്കുമ്പോഴും ഇതൊരു റീമേക്ക് ഇതൊരു റിലീസ് ചെയ്യാനുള്ള ഒരു സന്ദർഭം കാത്തിരിക്കണമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ആരോടോ എന്തോ പറയാനുണ്ടായിരുന്നു. അത് ഇപ്പോൾ സിനിമയിൽ പറയുന്നത് പോലെ തന്നെ ഇത് സംഭവിച്ചു. ഏതോ അദൃശ്യ ശക്തി, അത് ദൈവം എന്ന് വിളിക്കാം, പടച്ചോന്ന് പറയാം, എന്ത് വേണമെങ്കിലും പറയാം, ഞങ്ങളിവിടെ കൊണ്ടുവന്ന് എത്തിച്ചു. ഈ സിബി സാറ് ഈ കഥയായിട്ട് വന്നപ്പോൾ അങ്ങനെയല്ല. ഞാൻ ഒരു ഡിഫറെൻറ്റ്, അതായത് സമ്മറിൻ പത്രയും കഴിഞ്ഞപ്പം സിബി എൻ്റെ അടുത്ത് ഒരു എന്താ പറയുക, ഒരു വേറെ ലെവലിലുള്ള സിനിമ ചെയ്യണം എന്ന് ഞാനാണ് ആവശ്യപ്പെട്ടത്. അപ്പോഴാണ് ഇങ്ങനെ ഓരോന്നും പൊടി തട്ടി ഓരോ ഡിസ്കഷൻ വന്നിട്ട് പുള്ളി എത്രയോ കൊല്ലം മുമ്പ് വർക്ക് ചെയ്ത മറ്റേ രഘുനാഥ് മലേരിയായിട്ട് വർക്ക് ചെയ്ത അതിനെപ്പറ്റി പറഞ്ഞു. അതിൽ നിന്ന് സെക്കൻഡ് വെർഷൻ ഉണ്ടായി, തേർഡ് വെർഷൻ മോഹൻലാലായി. ഈ സിയാദുഖാനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണമല്ല, ഡിഫറെന്റ് ആയിട്ട് തന്നെ ഒരു സിനിമ കാണിക്കണമെങ്കിൽ അത്രത്തോളം ആ കാലഘട്ടത്തിൽ ചിന്തിക്കും. ഞാൻ എൻ്റെ ഫസ്റ്റ് പടം തൊട്ടിട്ട് എല്ലാ പടത്തിലും എൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ഞാനൊരു പ്രൊഡ്യൂസറായിട്ടല്ല ഒരു പടം തുടങ്ങിക്കഴിഞ്ഞ് അതെൻ്റെ മ്യൂസിക് ഡയറക്ടേഴ്സാണ്, എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഞാൻ അവരുടെ കൂടെയുണ്ട്, അവരുടെ കൂടെ സഞ്ചരിക്കും. അതാണ് എൻ്റെ സിനിമ. എന്നാൽ പോലും 25 വർഷങ്ങൾക്ക് മുമ്പ് അത് കുറച്ചും കൂടെ സ്മാർട്ടായിരുന്നു. എന്നാൽ പോലും ആ സമയങ്ങളിൽ ദേവദൂതൻ പരാജയപ്പെട്ടു പോയപ്പോഴും അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് അന്നത്തെ കാലത്ത് വലിയൊരു നഷ്ടം വരുമ്പോൾ ദൈവം എന്നെ കാത്ത് രക്ഷിച്ചു. എൻ്റെ കൂട്ടുകാരെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ സിബിയും രഘുവും എല്ലാപ്പോഴും എന്നെ ആശ്വസിപ്പിക്കാനും പറ്റ പിക്ചറിന് എടുക്കാനുള്ള ഇത് വിദ്യ പലപ്പോഴായിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു. അപ്പം പിന്നെ പാടി ഞങ്ങളതിൻ്റെ ഇത് മാറ്റി. അപ്പോഴൊക്കെ ഇത്ര നാളും ജീവിച്ചതിന് ദൈവത്തോട് തന്നെ. തീർച്ചയായിട്ടും ഇരട്ടി മധുരമല്ല, ദാറ്റ് ഈസ് ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കുന്ന 25 വർഷം 24 വർഷത്തിൽ ഓർത്തിരുന്ന പാട്ടുകളാണ് ഇന്നും ഹിറ്റായിട്ട് നിൽക്കുന്നത്. അപ്പം ഇനിയും ഡെഫിനറ്റായിട്ട് ഇതൊന്നും കൂടെ പോപ്പുലറാകും. അതൊക്കെയാണ് ഒരു പ്രൊഡ്യൂസറിനുള്ള ആക്സെപ്റ്റൻസ്. താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് വലിയ ഹെൽപ്പാണ്. സിബി എൻ്റെ ക്ലാസ്മേറ്റാണ്. സിബിക്ക് ഇങ്ങനൊരു പടം എടുക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ ഒരിക്കൽ പോലും എല്ലാ പടങ്ങളും കണ്ടിട്ടുള്ള ആളാണ്. പക്ഷേ ഈ പടം ഞാൻ കാണാൻ വിട്ടുപോയതാണ്. ഇത്രയും 24 വർഷങ്ങൾക്ക് ശേഷം ഇത് വീണ്ടും റീക്രിയേറ്റ് ചെയ്തപ്പോഴത്തേക്കും ശരിക്കും ഒരു ഹൊറർ ആൻഡ് ഫാൻറ്റസി മൂവിയാണ്. അസലായിട്ട് എടുത്തിട്ടുണ്ട്. ഒന്നും വേണ്ട, വളരെ മൈന്യൂട്ടായിട്ട് പറയുകയാണെങ്കിൽ ജയപ്രദയുടെ കോസ്റ്റ്യൂംസൊക്കെ തന്നെ ഇപ്പോഴും റിലവൻ്റാണ്. കോസ്റ്റ്യൂംസും ജ്വല്ലറിയും അങ്ങനെയുള്ള ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ഇപ്പോഴും നമ്മളൊരു പഴയ ഒരു ഒബ്സലീറ്റാണെന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും. പഴയ കാലത്തെ അതാണെന്ന് പോലും പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഇപ്പോഴും കണ്ടംപററി ആയിട്ട് കാണാൻ പറ്റിയൊരു വർഷം കഴിഞ്ഞാലും തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ്. താങ്ക് യു. ഒരു രക്ഷയില്ല. ഞാനിത് ഫസ്റ്റ് ടൈം ആ തിയേറ്ററിൽ കാണുന്നത്. അമ്മ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ കുഞ്ഞിലെ ഇതിൻ്റെ പാട്ടിങ്ങനെ ടി വിയിലിട്ട് കാണുമായിരുന്നു. ഞാൻ ജനിച്ച വർഷം ഇറങ്ങിയ സിനിമയാണ്. അപ്പം ലൈക്ക് 24 years ലേറ്റർ ഇതിപ്പോൾ തിയേറ്ററിൽ കാണാൻ പറ്റിയത് ഭയങ്കര ഒരു വലിയ എക്സ്പീരിയൻസ്. അടിപൊളിയായിരുന്നു. മ്യൂസിക് എല്ലാം തിയേറ്ററിൽ ഭയങ്കര ഫീലാണ്. പ്രത്യേകിച്ചും എന്തൊരു എന്ന് പറയുന്ന ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. സോ ഓൾ ടുഗെദർ ഇറ്റ് വാസ് എ റിയലി നൈസ് എക്സ്പീരിയൻസ്. അപ്പം അതാ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ?
4K ദൃശ്യമികവിൽ ദേവദൂതനെ കുറിച്ച് എന്താ പറയുക? അല്ല, ഈ റെസ്പോൺസ് വളരെ സന്തോഷം. നമ്മളൊട്ടും എക്സ്പെക്ട് ചെയ്തതല്ലല്ലോ ഇങ്ങനൊരു കാലം, അല്ലെങ്കിൽ വീണ്ടും ഈ കാലത്തേക്ക് ഇതിങ്ങോട്ട് വരുന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. തിയേറ്ററിൽ ആ കുതിരവണ്ടിയുടെ ആ വിഷ്വൽ കാണിക്കുന്നത് കേരളത്തിൽ കൈ പിടിച്ചാൽ അവിടെ കൈയടി അത് ക്യാരക്ടറിനുള്ള കയ്യടിയല്ല, അത് ആ സിനിമയ്ക്ക് ആ പാട്ടിനുള്ള കയ്യടിയാണ്. അതാണ് അത് ക്യാരക്ടർ എന്താണെന്ന് ഒരു വെൽ റിട്ടൺ ക്യാരക്ടറാണ്. സിനിമയിൽ അത് വളരെ രസകരമായിട്ട് എഴുതപ്പെട്ട, കൃത്യമായിട്ട് ക്രാഫ്റ്റ് ചെയ്യപ്പെട്ട. അതെ അല്ല, അത് സിബി സാർ അത് എപ്പോഴും എന്നെ റിമൈൻഡ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ സംഭവിച്ചത്. താങ്ക് യു.